പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. आज का दिन में और एक बार प्रभु के वचन के साथ प्रभु की उपस्थिति में रहने के लिए, आपसे भेंट करने के लिए प्रभु ने सुंदर मौका दिया, उसके लिए प्रभु को धन्यवाद देते हैं. കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്രയോ പ്രയോജനമാണെന്ന് അനുഭവമുള്ളവർക്കറിയാം. परमेश्वर का वचन आत्मिक जीवन के लिए कितना महत्वपूर्ण है करके जिसने भी अनुभव पाया वो जानता है. അതുകൊണ്ട് വീണ്ടും നമുക്ക് ആത്മാവിൻ്റെ സഹായത്തോടെ തിരുവചനത്തിലേക്ക് തിരിയാം. इसलिए हम फिर से एक बार प्रभु की आत्मा की सहायता से हम प्रभु के वचन की ओर मुड़े. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നു. कोलोसियों का पत्र उसका दूसरा अध्याय उसका 10वां वचन में हम ऐसे पढ़ता है, और तुम उसी में भरपूर हो गए हो जो सारी प्रधानताएं और अधिकार का शिरोमणि है. ഓക്കെ, ഇവിടെ ഒരു വിശ്വാസിയുടെ സ്ഥാനം സർവ്വ നിറവുമുള്ള ക്രിസ്തുവിലാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയുക. यहाँ पर एक विश्वासी का स्थान सारे परिपूर्णता जिसमें है उसमें है करके ये वचन बहुत साफ बताता है. അപ്പോൾ അവനിൽ ഇനി അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് और आगे उसका 11 वचन में हम पढ़ता है, उसी में तुम्हारा ऐसा खतना हुआ है जो हाथ से नहीं होता, अर्थात मसीह का खतना, जिससे शारीरिक देह उतार दी जाती है. അവിടെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. यहाँ पर हम देखते हैं कि जो हाथ की खतना नहीं. അപ്പം രണ്ട് കാര്യമാണ്, കൈകൊണ്ടല്ലാത്തത് ഒന്ന്, മറ്റേത് പരിച്ഛേദന. मतलब यहाँ पर दो बात है, एक खतना और एक हाथ का खतना नहीं. കൈകൊണ്ടുള്ള പരിച്ഛേദനയെ കുറിച്ച് നമുക്കറിയാം. जब हाथ की खतना के बारे में हम जानते हैं, അബ്രഹാം കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റതാണ്. अब्राहम इस खतना लिया हुआ व्यक्ति था. ഇസ്മായേലും കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റതാണ്. इस्माइल हाथ से खतना लिया हुआ व्यक्ति था. ഇനി കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ അവനും കൈകൊണ്ടുള്ള 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. हम प्रभु यीशु मसीह के बारे में भी आप देखेगा तो वो भी 8वां दिन में खतना पाया हुआ व्यक्ति था. ലൂക്കോസ് സുവിശേഷം 2:21 ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദന കഴിപ്പാനായിട്ട് കർത്താവിനെ കൊണ്ടുവന്ന് നമ്മൾ വായിക്കുന്നു. लूका दूसरा अध्याय के 21 वचन में व्यवस्था के अनुसार खतना करने के लिए प्रभु यीशु मसीह को लाया करके हम लोग पढ़ते हैं. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന വിഷയം ഒരു വിശ്വാസിയോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. यहाँ पर जो मसीह में विश्वास करने वाला व्यक्ति को हाथ का खतना नहीं, ऐसा एक खतना कहाँ तक हमारे जीवन के संबंध में है करके हम लोग थोड़े समय विचिंतन करने जा रहे हैं. ഏതൊരു വിശ്വാസിയും ഈ പരിച്ഛേദനയുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ വിശ്വാസിയേ ആകുന്നില്ല. कोई भी विश्वासी अगर इस खतना के बारे में अगर उसके संबंध में नहीं आया तो उसको विश्वासी कहना तक गलत है. വേദപുസ്തകത്തിലെ സാരാംശത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറയുന്നത് പോലെ പ്രസക്തമായ ഒരു കാര്യമാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ക്രിസ്തുവിൽ ഏൽക്കാത്തവൻ ക്രിസ്ത്യാനിയേ അല്ല. जब हम प्रभु का वचन में पढ़ता है जिसमें मसीह की आत्मा नहीं, वो मसीह का जन नहीं, वैसा ही महत्वपूर्ण एक बात है, बिना हाथ का खतना मसीह में अगर नहीं लिया उसको विश्वासी कहना ये गलत है. അപ്പം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുടെ സമ്മേളിക്കുന്ന ഒരു പ്രസ്താവന നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിൽ 14-ാം അധ്യായം 58-ാം വാക്യത്തിലുണ്ട്. ये दोनों बात मिलने वाला एक शब्द मरकुस 14 अध्याय का 58 वचन में है, 58 में 14:58 में है. നമ്മൾ വായിക്കാം. वो पढ़ेंगे हम. हमने इसे यह कहते सुना है, मैं इस हाथ के बनाए हुए मंदिर को ढा दूंगा और 3 दिन में पूरा बनाऊंगा जो हाथ से न बनाया हो. ഇവിടെ നമുക്കറിയാം 46 സംവത്സരം കൊണ്ട് പണിത ദേവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പീൻ, എന്നാൽ കൈകൊണ്ട് പണിയാത്ത മറ്റൊരു മന്ദിരം ഞാൻ പണിയും. प्रभु यीशु मसीह यहाँ पर कहता है कि आपको मालूम है कुछ समय का हेरोदा का जो मंदिर था वो 46 साल से बनाया हुआ था. प्रभु बोलता है कि इसको ढाल दो, मैं जो हाथ से नहीं बनाया हुआ 3 दिन में मैं बनाऊंगा. എന്താണ് കർത്താവ് പറയുന്നത്? ये बोलने का अर्थ क्या है? ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉണ്ട്. यहाँ पर ये दोनों बात है. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം ഒരു മനുഷ്യനും നടത്തിയ പരിച്ഛേദനയല്ല. प्रभु यीशु मसीह की कालवरी सूली की मृत्यु एक मनुष्य के लिए किया हुआ वो खतरा नहीं. ഞാൻ മരിച്ചാൽ, मैं मरने के बाद, ഞാൻ പരിച്ഛേദന ഏറ്റാൽ, मैं खतना लेने के बाद, കൈകൊണ്ടല്ലാത്ത
മറ്റൊരു സൗധം ദൈവം പണിയും. हाथ से बनाए हुए नहीं, ऐसा एक मंजिल प्रभु बनाएगा. അതാണ് സഭ. ये है मंडली. അപ്പൊ സഭ എവിടുന്ന് ഉൽപാദമായി? इसका मतलब मंडली कहाँ से आरंभ हुआ या उत्पादन हुआ? ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് ഉൽപാദിതമായതാണ് സഭ. प्रभु यीशु मसीह की मृत्यु के द्वारा उत्पन्न हुआ है मंडली. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൈകൊണ്ടുള്ള കൈകടത്തൽ ദൈവത്തിന്റെ സഭയിൽ വരുന്നത് എത്രയോ തെറ്റായൊരു കാര്യമാണ്. हम जाने अनजाने अपने हाथ से इस मंडली के कार्यों में लाना ये कितना गड़बड़ी की बात है. നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ जब यिर्मयाह नबी की किताब उसका 23 अध्याय का 24 वचन से जब हम पढ़ता है 23 का 24 से ഹൃദയത്തിൽ സ്വപ്നം കണ്ടിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നവൻ പറയട്ടെ. പക്ഷേ जब हृदय में स्वप्न देख करके मैंने स्वप्न देखा करके कहने वाला कहने दो. എന്നാൽ ഞാൻ അയച്ചവൻ ദൈവത്തിന്റെ വചനം പറയും. परंतु जिसको मैंने भेजा वह प्रभु का वचन सुनाएगा. അപ്പം മനുഷ്യൻ പറയുന്ന വചനമുണ്ട്, ദൈവം പറയുന്ന വചനമുണ്ട്. इसका मतलब मनुष्य बोलने वाला वचन भी है, परमेश्वर बोलने वाला वचन भी है. ദൈവത്തിന്റെ പണിയിൽ മനുഷ്യൻ കൈകടത്തത് ദൈവം അപകട സൂചന കൊടുക്കുകയാണ്. അടുത്ത വാക്യത്തിൽ വൈക്കോലും ഗോതമ്പും തമ്മിലൊക്കുമോ? जब यहाँ पर हम देखते हैं कि परमेश्वर के कामों में मनुष्य अपने हाथ बढ़ा रहा है, उसका मतलब यहाँ पर प्रभु कहता है कि वो जो उसका 25 वचन पढ़ना. मैंने इन भविष्य वक्ताओं की बातों भी सुनी है जो मेरे नाम से यह कहकर झूठी भविष्यवाणी करते हैं. मैंने स्वप्न देखा है. स्वप्न 28. यदि किसी भविष्य वक्ता ने स्वप्न देखा हो तो वह उसे बताए, परंतु जिस किसी ने मेरा वचन सुना हो तो वह मेरा वचन सच्चाई से सुनाए. यहोवा की यही वाणी है, कहाँ भूसा और कहाँ गेहूं. ഇവിടെ നമുക്ക് കർത്താവിന്റെ വചനം ഒരു വലിയ വാണിംഗ് തരികയാണ്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, വീശുമുറ അവന് കയ്യിലുണ്ട്, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി പതിർക്കെടാതെ തീയിലിട്ട് കളയുന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് ഈ പരിചരണ ശുശ്രൂഷ. यहाँ पर हम देखते हैं कि यूहन्ना बपतिस्मा देने वाला एक गवाही देता है कि उसके हाथ में सूप है, वो अच्छा गेहूं को अपने खाते में लाएगा और भूसा को आग में जला डालेगा. അപ്പോൾ റോമലേഖനം 15:8 വായിക്കുകയാണ്, जब रोमियों का पत्री 15 अध्याय का 8 वचन में हम पढ़ता है, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയുടെ ശുശ്രൂഷക്കാരനായി തീർന്നു. मतलब प्रभु यीशु मसीह परमेश्वर के वचन की सच्चाई के कारण खतने का सेवक बना. അപ്പോൾ എന്താണ് ചുരുക്കത്തിൽ കൈകൊണ്ടല്ലാത്ത പണി? इसका मतलब जो बिना हाथ का कार्य के बारे में हम देखेगा तो वो काम क्या है? അത് ദൈവം തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ ഉരുവാക്കിയ പുത്രന്റെ ജീവനെയും കൊണ്ട് പണിയുന്ന, പുത്രനാൽ മാത്രം പണിയപ്പെടുന്ന ദൈവത്തിന്റെ സഭയെയാണ് ഇവിടെ കൈകൊണ്ടല്ലാത്ത പണി എന്ന് ഉദ്ദേശിക്കുന്നത്. वह ये काम को बताता है कि प्रभु यीशु मसीह की मृत्यु के द्वारा जो हाथ से नहीं, प्रभु का उस मृत्यु के द्वारा तैयार किया जाने वाला मंडली के कामों को बोलता है कि बिना हाथ का काम. പ്രൈസ് ദി ലോർഡ്. प्रेज़ द लॉर्ड. നമ്മൾ സഭയിലായത് എങ്ങനെയാണ്? हम मंडली में कैसे आया? മനുഷ്യരുടെ പ്രയത്നമാണോ? क्या किसी मनुष्य की प्रयत्न है? അവിടെ നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവർ ജഡത്തിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല, അവർ മനുഷ്യനിഷ്ടത്താലല്ല, പിന്നെ പിതാവിനാൽ അത്രേ. जब हम लोग नया जन्म के बारे में यूहन्ना का सुसमाचार 1 अध्याय उसका 12-13 वचन में हम देखते हैं कि इन्होंने जितने लोगों ने प्रभु यीशु मसीह पर विश्वास किया और उनको ग्रहण किया, उनके बारे में उसका 13 वचन कहता है, वे ना तो लोगों से, ना शरीर की इच्छा से, ना मनुष्य की इच्छा से, परंतु परमेश्वर से जन्मा है. അപ്പോൾ ഈ കൈകൊണ്ടല്ലാത്ത പണിയെ ദൈവം നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി പഴയ നിയമത്തിൽ കൈകൊണ്ടുള്ള ചില പണികൾ മനുഷ്യരെയും കൊണ്ട് ദൈവം ചെയ്യിച്ചു. അതിന് അക്ഷരീയമായ പരിച്ഛേദന ഉണ്ടായിരുന്നു, അക്ഷരീയമായ ലൗകികമായ ആരാധന ഉണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു. अभी हम लोग देखते हैं कि पुराने नियम का जो भी काम है उसको हाथ से कार्य करने वाला एक बात था, जबकि नया नियम के लोगों के लिए वो एक छाया था.
നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, जब इब्रानियों का पत्री उसका 9 अध्याय का पहले वचन में हम इस रीति में पढ़ता है, അന്ന് വിളിക്കപ്പെട്ട ദേവാലയത്തെ ഒരു ലൗകികമായ വിശുദ്ധ മന്ദിരം എന്നാണ് വായിക്കുന്നത്. उस समय में जो बताया हुआ उस मंदिर के बारे में हम देखते हैं कि वो मंदिर का सेवा या कार्य क्या था. हम पढ़ेंगे हिंदी में. उस पहली वाचा में भी सेवा के नियम थे और ऐसा पवित्र स्थान था जो इस जगत का था. ഭൂമിയിലുള്ളത്, ये वो जो कार्य जो था वो जगत का था, ജഡത്തിലുള്ളത്, वो शरीर के अनुसार का था, അക്ഷരത്തിലുള്ളത്, वो उस वजन के अनुसार था. എന്നിട്ട് ആ ദേവാലയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണം 9-ന്റെ 10-ാം വാക്യം. परंतु उस मंदिर के संबंध में कुछ बात उसी 9 अध्याय का 10 वचन में हम पढ़ता है, क्योंकि वे केवल खाने पीने की वस्तुओं और भांति भांति की स्नान विधि के आधार पर शारीरिक नियम है जो सुधार के समय तक के लिए नियुक्त किए गए हैं. അപ്പോൾ താൽക്കാലികമായി അക്ഷരീയമായ ചില കാര്യങ്ങൾ, പരിച്ഛേദനയും ലൗകികമായ മന്ദിരവും ലൗകികമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. इसका मतलब क्या है कि कुछ समय के लिए दुनिया की रीति में कुछ बातें था, क्योंकि होने वाला बातों का सब एक छाया के रूप में था. അത് കൈകൊണ്ടല്ലാത്ത പണിയുടെ ഒരു ദൃശ്യരൂപമായിരുന്നു. बोलने का अर्थ जो हाथ से बनाए हुए नहीं, ऐसे बातों का एक छाया में वो दृश्य रूप में था. അപ്പോൾ വരുവാനുള്ള സത്യമായതിന്റെ നിഴലിലാണ് മനുഷ്യൻ ഇപ്പോഴും എങ്കിൽ അവൻ സത്യത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. आने वाली बातों की छाया में अभी भी लोग रहता है, तो अभी तक वो जो सच्चाई पर आना चाहिए अभी तक नहीं पहुंचा. അപ്പോൾ നമ്മൾ ഈ പരിച്ഛേദന പഴയ നിയമ അർത്ഥത്തിൽ തന്നെ അക്ഷരീയമാണെങ്കിൽ തന്നെ അതിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന കാതലായ ഒരു ആത്മീയാർത്ഥമുണ്ട്. खतना का बारे में अगर हम उसको सचमुच में ऐसे ही सोचे कि उसी प्रकार ऐसे भी करना है, नहीं, परंतु परमेश्वर ने जो खतना रखा उसमें एक आत्मिक भेद है. അവിടെ നമ്മൾ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം, जब जोशुआ नबी की किताब 5 अध्याय का 9 वचन, അവിടെ ഗിൽഗാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. वहां पर हम देखते हैं कि गिलगाल नाम का एक जगह है, അവിടെ ദൈവത്തിന്റെ ജനം പെസഹ ആചരിക്കണം. और वहां पर परमेश्वर के लोग पेसह का पर्व मनाना है. എന്നാൽ അതിനു മുൻപേ ദൈവം പറയുകയാണ്, परंतु उससे पहले प्रभु कहता है, ദൈവം യോശുവയോട് പറയുന്നു, प्रभु योशुआ से कहता है, നീ തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ജനത്തെ പരിച്ഛേദന കഴിക്കണം. तुझे क्या करना है. उसका 9 वचन में हम देखते हैं कि तुम्हारा हरेक लोगों को सब उसको नाम पढ़ना. तब यहोवा ने यहोशू से कहा, तुम्हारे नाम धराई जो मिस्रियों में है उसे मैं आज दूर की है. ഓക്കെ, അവിടെ വായിക്കുകയാണ്, നിങ്ങൾ മിസ്രൈമിൽ എത്ര നാളുണ്ടായിരുന്നു? तुम मिस्र में कितने दिन थे? അവര് 400 വർഷം മിസ്രൈമിൽ ഉണ്ടായിരുന്നു. 400 साल लोग मिस्र में थे. ഒരു മിസ്രൈമി സ്വഭാവം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിത ശൈലി എല്ലാം ഒരു മിസ്രൈമിനെ പോലെ ഇരിക്കും. मतलब इसराइलियों के जीवन में मिस्रईम के स्वभाव जैसा उनका खाना पीना पहनना, इन सारे बातों में वो उनकी रीति रिवाज उनके जीवन में आया. അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്തെ പാലും തേനും ഒഴുകുന്നതൊന്നും മിസ്രൈമിലില്ല. उन लोगों के लिए जो देश को वायदा किया था, वो दूध और मधु बहते थे, वो कुछ भी बात मिस्रईम में नहीं. അതുകൊണ്ട് അവരുടെ പഴയതായിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അവരിൽ പഴയതായ സംരചന, അത് ഭേദിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. इसलिए उन लोगों के जीवन में मिस्रईम में रह करके जो पुरानी आदत है, पुराना स्वभाव है, वो उनसे दूर होना जरूरी थे. അപ്പോൾ പരിശോധന കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, മിസ്രൈമിന്റെ നിന്നിൽ നിന്ന് ഞാൻ ഉരുട്ടിക്കളഞ്ഞു. जब उनकी खतना हो गया तब प्रभु क्या कहता है, जो मिस्रईम की जो निंदा है वो तुमसे मैंने मतलब पलट दिया है या उसको निकाल दिया है. പരിച്ഛേദന കഴിഞ്ഞ് അതിന്റെ അടുത്ത വാക്യം 5-ന്റെ 10 വായിക്കുന്നത് പെസഹയാണ്. അപ്പോൾ അവിടെ വായിക്കുന്ന നിബന്ധന, പെസഹ ആചരിക്കണമെങ്കിൽ തീർച്ചയായും അവൻ പരിച്ഛേദന ഏറ്റിരിക്കണം. खतना के बाद में फिर हम देखते हैं कि पेसह का पर्व है. इसका मतलब पेसह का पर्व मनाना है तो उसका खतना होना चाहिए. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ സ്നാനത്തെ പരിച്ഛേദനയോടും കർത്തൃമേശയെ പെസഹയോടും ചേർത്ത് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആചരിച്ചും വരുന്നുണ്ട് ചില സഭകൾ. कई बार कई मंडलियाँ मतलब बपतिस्मा को वो खतना और मतलब जब प्रभु में को वो लोग पेसह के रूप में कई लोग इसे मनाते हैं. അപ്പോൾ ജഡത്തിന്റെ കൈകൊണ്ട് പരിച്ഛേദന ഏറ്റിട്ട് ജഡത്തിന്റെ കൈകൊണ്ട് നമ്മൾ കർത്തൃമേശ എടുത്താൽ ദൈവികമായ നിലയിൽ ഒരു വാല്യൂ അതിനില്ല. मतलब इसी हाथ से अगर हम खतना ले और इसी हाथ से हम पेसह को मनाए तो उससे कोई महत्व नहीं. സ്നാനപ്പെടുന്നതിന് മുൻപ് തന്നെ പരിച്ഛേദനയുടെ അനുഭവം ഉണ്ടാകണം. हमें बपतिस्मा लेने से पहले खतना का अनुभव आना चाहिए.
അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കുന്ന ഒരു തത്വം ഇതാണ്. हम लोग यहाँ पर इस विषय को इस रीति में हम समझते हैं, നമ്മുടെ ആ പഴയ മനുഷ്യൻ हमारा जो पुराना मनुष्य जो है അതിന്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് उसका कामों समेत हमने उधार डाला, അതെ ദൈവഹിതപ്രകാരമുള്ള ഒരു പുതു മനുഷ്യൻ, इच्छा के अनुसार का एक नया मनुष्य, ഒരു മനുഷ്യൻ നമ്മളിൽ ആര് പണിയുന്നു? ദൈവം തന്നെ പണിയുന്നു. അല്ലെങ്കിൽ അതാണ് കൈകൊണ്ടല്ലാത്ത പണി. नया मनुष्य को हमारे में कौन बनाता है? परमेश्वर ही बनाता है, वो है बिना हाथ का काम. നമ്മൾ എസ്കേൽ പ്രകടനത്തിൽ വായിക്കുകയാണ്. हम हेस्केल में पढ़ता है, അത് ഒന്ന് വായിക്കാം നമുക്ക്. എസ്കേൽ പ്രകടനം 44:7-8 വാക്യങ്ങൾ. जब एसेकियेल नबी किताब उसका 44 अध्याय का 7-8 वचन. जब तुम मेरा भोजन अर्थात चर्बी हुए लहू चढ़ाते थे, तब तुम बिराने लोगों को जो मन और तन दोनों के खतना रहित थे और मेरे पवित्र स्थान में आने देते थे कि वे मेरा भवन अपवित्र करें, और उन्होंने मेरी वाचा को तोड़ दिया, जिससे तुम्हारे सब घृणित काम बढ़ गए. तुमने मेरी पवित्र वस्तु की रक्षा न की, परंतु तुमने अपने ही मन से अन्य लोगों को मेरे पवित्र स्थान में मेरी वस्तुओं की रक्षा करने के लिए ठहराया. നോക്കുക, പരിച്ഛേദന ഏൽക്കാത്തവരെ ദൈവത്തിന്റെ ആലയത്തിലെ കാര്യവിചാരകന്മാരാക്കി ഒരു ബിസിനസ് പോലെ നടത്തി വരുന്ന ഒരു സമ്പ്രദായം അന്നേ ഉണ്ടായിരുന്നു. मतलब उस समय में ही प्रभु का नियम तोड़ करके जो खतना नहीं लिया, ऐसे लोगों को मंदिर में लेकर के सेवा करवाने वाला कार्य उन दिनों में भी करते थे. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്നവരെല്ലാം പരിച്ഛേദന ഏറ്റവരായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട്, ഹൃദയത്തിലും മാംസത്തിലും പരിച്ഛേദന ഏറ്റവർ മാത്രമേ എൻ്റെ ആലയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് എസ്കേൽ പ്രകടനം 44 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. अभी यहाँ पर हम उसकी 44 अध्याय का 7 वचन में क्लियर पड़ता है कि चर्बी और लहू में खतना लिया हुआ लोग होना चाहिए करके क्लियर प्रभु का व्यवस्था दिया. എന്നാൽ അതേപോലെ തന്നെയാണ് കർത്താവിൻ്റെ സമയത്ത് പരീശന്മാരും ചെയ്തത്. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 23 അധ്യായം 14 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളൊരു മനുഷ്യനെ മതത്തിൽ ചേർക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ ചേർക്കേണ്ടതിന് കരയും കടലും പോയി നിങ്ങൾ സഞ്ചരിച്ച് മതത്തിൽ ചേർത്ത അവസാനം എന്ത് ചെയ്യുന്നു? ആ മതത്തിൽ ചേർക്കും പരിശീലന കൊടുക്കുന്നുണ്ട്. जब हम देखते हैं कि उस समय में प्रभु ने उस समय के शास्त्री फरीसी लोगों को मत्ती 23 अध्याय में कहा है कि तुम लोग एक व्यक्ति को मतलब धर्म में मिलाने के लिए तुम लोग साधक को भी पार करके जा करके कार्य करता है. അപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി കാണിച്ചു തരുമ്പോൾ നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പരിച്ഛേദന ഏറ്റവരാണെന്നുള്ള സത്യം നമ്മളിൽ വെളിപ്പെടുകയാണ്. जब प्रभु यीशु मसीह में आने के बाद में पवित्र आत्मा के द्वारा हमारे दिल में बिना हाथ का खतना लिया हुआ करके हमें आत्मा में प्रकाश करके जब देता है, तभी हम लोगों को सच्चा खतना का अनुभव में हम पहुंच जाते हैं. ഇവിടെ വായിക്കുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്നല്ല പറയുന്നത്. यहाँ पर आपको खतना लेना चाहिए करके नहीं लिखा है, എന്നാൽ സ്നാനം ഏൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. परंतु बपतिस्मा लेने के लिए जरूर बताया. അപ്പം പരിച്ഛേദന അല്ല സ്നാനം, परंतु बपतिस्मा खतना नहीं है. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സംഭവിച്ച ഒരു കാര്യമാണ്. क्योंकि खतना जो है वो प्रभु यीशु मसीह में हुआ एक संभव है. അത് കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്. ये प्रभु करने वाला काम है. നമ്മൾ ആവർത്തന പുസ്തകം 30 അധ്യായത്തിന്റെ 6 വാക്യം, जब व्यवस्था वर्ण 30 अध्याय का 6 वचन में अनुवाद व्यवस्था वर्ण 30 अध्याय का 6, और तेरा परमेश्वर यहोवा तेरे और तेरे वंश के मन का खतना करेगा कि तू अपने परमेश्वर ഓക്കെ. ഇവിടെ ആരാണ് പരിച്ഛേദന ചെയ്യുന്നത്? अभी यहाँ पर कौन खतना करता है? ഒരു പുരോഹിതനാണോ? क्या एक याजक, ഒരു മാനുഷ്യകരമാണോ? कोई आत्मा, एक मनुष्य का हाथ? അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടത് അത് പരിച്ഛേദനയാണെന്ന് പറഞ്ഞ് മാനുഷിക കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റാൽ ദൈവം എങ്ങനെ അംഗീകരിക്കും? अगर हम कहे कि जो हमने बपतिस्मा लिया तो इसका मतलब मेरा खतना हो गया, ऐसे बोलेगा तो परमेश्वर कैसे मानेगा? ഇവിടെ ക്രിസ്തുവാണ് ചെയ്യുന്നത്. क्योंकि यहाँ पर जो काम जो है वो यीशु मसीह करता है. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യമാണ്. ये काम यीशु मसीह ने 2000 साल पहले हमारे लिए कर चुका है. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. അന്ന് സംഭവിച്ചൊരു കാര്യം वो उस समय में हुआ एक बात ഇന്നെന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ आज मेरा दिल में जब प्रकाशित होता है, ഞാനും പരിച്ഛേദന ഏറ്റവനാണ്. अब मैं भी खतना लिया हुआ व्यक्ति बन गया. ഇതാണ് അങ്ങനെ പരിച്ഛേദന ഏറ്റവരെയും കൊണ്ട് ദൈവം പണിയുന്ന ഒരു പണിയാണ്
ദേവാലയം, इस ദൈവത്തിന്റെ ആലയം. प्रकार के खतना पाया हुआ लोगों के द्वारा प्रभु तैयार करने वाला बात है प्रभु का मंदिर या मंडली. അതാണ് കർത്താവ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചത്. वही बात को हमने मरकोस का सुसमाचार में अभी पढ़ा था. ഈ മന്ദിരം പൊളിപ്പി. ये मंदिर को ढाल दो. ഏത്? കൈ കൊണ്ടുള്ള ये പണിയുള്ള हाथ से മന്ദിരം. बनाया हुआ और 46 साल से हेरोदा के द्वारा बनाया हुआ वो मंदिर. എന്നാൽ परंतु ഞാൻ കൈ കൊണ്ടല്ലാത്ത വേറൊരു മന്ദിരം പണി. मैं जो हाथ से बनाया हुआ नहीं ऐसा एक मंदिर मैं 3 दिन में बनाऊंगा. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ആ മരണം प्रभु यीशु मसीह की कालवरी सूली का मृत्यु മനുഷ്യകരങ്ങളാലല്ല. ये मनुष्य के हाथों से नहीं. നമ്മൾ ചിന്തിക്കും റോമക്കാരാണ്. शायद हम वो सोचेंगे प्रभु का मृत्यु मतलब रोमी सेनाओं से हुआ. ചില ചിന്തിക്കുന്നത് യഹൂദന്മാരാണ്. नहीं तो कई लोग सोचता है कि वो यहूदियों के द्वारा हुआ. ശരിയാണ്, ഇതിനെയൊക്കെ ദൈവം കാരണമാക്കി. जरूर उन लोगों को भी प्रभु ने एक साधना बनाया, പക്ഷെ ദൈവമാണ് परंतु इसका पीछे प्रभु का हाथ है. കൈ കൊണ്ടല്ലാത്തൊരു പരിച്ഛേദന. वो बिना हाथ का एक खतना. അപ്പോൾ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി ക്രിസ്തുവിൽ പരിച്ഛേദന ഏറ്റവനാണ് എന്നുള്ള ബോധ്യം വന്നാൽ നീ സഭയിലാണ്. जब मैं प्रभु के द्वारा चुना गया और प्रभु के द्वारा मेरा खतना हुआ, ऐसा एक सच्चा प्रकाश अगर आपको मिल गया है तो जरूर आप मंडली में. അപ്പൊ നമ്മൾ ചോദിക്കും, പഴയ നിയമത്തിൽ അക്ഷരീയമായി പണിത ആലയം ശരിയല്ലേ? ऐसा समय में शायद हम पूछ सकता है क्या पुराना नियम में वो जो मंदिर बनाया गया था वो सही नहीं था क्या? അത് ഞാൻ പറയുകയുണ്ടായി, കൈകൊണ്ട് അല്ലാത്ത പണിയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. वो मैंने आपको पहले भी बोला, जो बिना हाथ से बनाने वाला मंदिर का सिर्फ एक छाया था. वो നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 7:49 വായിക്കാം. हम प्रेरितों का 7 अध्याय का 40 वचन पढ़ेंगे. और हारून से कहा, हमारे लिए ऐसे देवता बना जो हमारे आगे आगे चले, क्योंकि यह मूसा जो हमें मिस्र देश से निकाल लाया, हम नहीं जानते कि उसे क्या हुआ. ആക്ട് 7:47. 7 का 47. ആക്ട് 7:47. परंतु सुलेमान ने उसके लिए घर बनाया. ആ ഇതിന്റെ അടുത്ത് ബാക്കി. आगे पढ़ो. परंतु परम प्रधान हाथ के बनाए घरों में नहीं रहता. ആ അതാണ് വിഷയം. ശലോമോൻ ദേവാലയം പണിതു. यहाँ पर विषय वो है कि सलमोन ने मंदिर जरूर बनाया. അത് അക്ഷരീയമാണ്. वो मतलब स्वाभाविक रीति में है അത് നമ്മൾ എബ്രായലേഖനത്തിൽ വായിച്ചത് ലൗകികമാണ്. और वो दुनिया की रीति का है. അത് വരുവാനുള്ളതിന്റെ നിഴലാണ്. वो आने वाले बातों का एक छाया था. അവിടെ പരിശോധന ഉണ്ടായിരുന്നു. वहां पर खतना था. എന്നാൽ പുതിയ നിയമ ദൈവം കൈകൊണ്ടല്ലാത്ത മനുഷ്യരുടെ ഒരു ഇടപെടലും ഇല്ലാത്ത ഒറിജിനൽ സ്വർഗത്തിൽ നിന്നുള്ള പണിയാണ്. परंतु परमेश्वर का भवन जो मंदिर जो है वो स्वर्ग से प्रभु तैयार करने वाला बिना हाथ के कार्य का एक भवन है. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ ഒരു വാക്യം കൂടെ വായിക്കാം. 17:24 അപ്പോസ്തലപ്രവൃത്തി 17:24. और हम एक वचन पढ़ेंगे 17 का 24 वचन. प्रेरितों का 17 अध्याय का 24 वचन. जिस परमेश्वर ने पृथ्वी और उसकी सब वस्तुओं को बनाया, वह स्वर्ग और पृथ्वी का स्वामी होकर हाथ के बनाए हुए मंदिर में नहीं रहता. അപ്പൊ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ആ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല. यहाँ पर वचन क्लियर कहता है कि परमेश्वर हाथ से बनाया हुआ मंदिर में नहीं रहता. അപ്പോൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 15 നമ്മൾ വായിക്കുകയാണ്. अब इसी रीति में हम प्रेरितों का 15 अध्याय में पढ़ता है. ദൈവസഭയോട് ചേർന്ന് ജാതികളും കൂടെ ചേർന്ന് വരുന്നതിനുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. जब प्रभु का मंडली में यहूदी लोग सिर्फ नहीं जातियों को भी मिलाया जाएगा, ये बात जब आया प्रेरितों के बीच में एक फुट आया, एक समस्या आया. അവിടെ 15 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ जब उस 15 अध्याय का 14 वचन में पढ़ता है, 14 മുതൽ 18 വരെ വായിച്ചാൽ उस 14 से 18 तक पढ़िएगा. शिवण ने बताया कि परमेश्वर ने पहले पल अन्य जातियों पर कैसे कृपा दृष्टि की कि उनमें से अपने नाम के लिए एक लोग बना ले. इससे भविष्य वक्ताओं की बातें भी मिलती है, जैसा कि लिखा है, इसके बाद में फिर आकर दाऊद का गिरा हुआ डेरा उठाऊंगा और उसके खंडरों को फिर बनाऊंगा और उसे खड़ा करूंगा, इसलिए कि शेष मनुष्य अतः सब अन्य जाति जो मेरे नाम के कहलाते हैं प्रभु को ढूंढे. वह അപ്പൊ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിയും. यहाँ पर जो दावीद का गिरा हुआ उस डेरा को मैं वापस उड़ाऊंगा. ആ പണിയിൽ ജാതികളുമുണ്ട്. और उस कामों में जाति भी है. അപ്പോൾ ജാതികളെയും ചേർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പണിയുന്ന പണിയാണ് ഈ പരിച്ഛേദന മുഖാന്തരം ഉളവായി വരുന്നത്. परमेश्वर ने उन जातियों को भी मिला करके बनाने वाला वो काम है, ये खतना रहित काम है. ആ പരിച്ഛേദന കൈകൊണ്ടാകാൻ പാടില്ല. वो खतना हाथ से नहीं होना चाहिए. കൈകൊണ്ടാണെങ്കിൽ പണിയും കൈകൊണ്ടായിരിക്കും. और हाथ से तो काम भी हाथ से होगा.
അത് ദൈവവുമായ ഒരു ബന്ധവുമില്ല. इसका मतलब वो कामों में परमेश्वर का कोई संबंध नहीं. നമ്മൾ ദൈവസഭയാണെന്ന് പറഞ്ഞ് ഒരുപാട് മാനുഷിക ക്രമത്തിലുള്ള ഡിനോമിനേഷനുകൾ അനേകമായിട്ട് പൊങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. हम लोग परमेश्वर कार्य कर रहा है बोल करके परमेश्वर का कार्य नहीं मनुष्य करने वाला ऐसा एक आत्मिक दुनिया के बीच में हम लोग रहता है. ऐसा एक समय में हम लोग रहता है. എന്നാൽ ആ പണിയെല്ലാം വെന്തുപോകും. परंतु उनका वो काम वो सब जल जाएंगे. നമ്മൾ ഒരു വാക്യം നമ്മുടെ എബ്രായ ലേഖനം 9:11 വായിക്കുകയാണ്. इब्राहिम 9:11 में पढ़ता है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മളൊരു ദേവാലയത്തിൽ കൂടി വരുമ്പോൾ ഈ ദേവാലയത്തിൽ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. अभी हम लोग जब भी प्रभु के उपस्थिति में इकट्ठा होता है तो हम कहते हैं कि हमारे बीच में प्रभु यीशु मसीह है. അല്ല, ഒരു ബിൽഡിംഗ് നമ്മളൊരു ബിൽഡിംഗ് കൂടി हम एक हमारा बिल्डिंग में एक हमारा ऐसा एक मंदिर में भवन में घर में इकट्ठा होता है तो हम बोलते हैं कि उसके बीच में प्रभु यीशु मसीह है. അപ്പോൾ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ബിൽഡിങ്ങിലുള്ള മഹാപുരോഹിതന്മാർ എല്ലാവരും മാനുഷിക പുരോഹിതന്മാരാണ്. നമ്മൾ 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം എബ്രായ ലേഖനം 9:11. मतलब मनुष्य का बनाया हुआ कोई भी मंदिर में कार्य करने वाला लोगों के बीच में रहने वाला जो भी है वो मनुष्य का बनाया हुआ है. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നുള്ള മധ്യസ്ഥതയോടെ എന്തെങ്കിലും അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അറിയണം, മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒരു പ്രസ്ഥാനത്തിൽ ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുകയില്ല. प्रभु यीशु मसीह की हाथ से अगर हमें आशीष पाना है तो मनुष्य की हाथ से बनाया हुआ कोई कामों के बीच में प्रभु की आशीष नहीं मिलेगा. അതാണ് നമ്മൾ എബ്രായ ലേഖനം 9:11. अभी इब्रानियों 9:11 में हम पढ़ता है. परंतु जब मसीह आने वाली अच्छी अच्छी वस्तुओं का महायाजक होकर आया तो उसने और भी बड़े और सिद्ध तंबू से होकर जो हाथ का बनाया हुआ नहीं. അപ്പൊ കർത്താവ് എവിടെയാണ്? अभी प्रभु कहाँ पर है? കൈകൊണ്ട് പണിത ഒരു ആലയത്തിലല്ല, കൂടാരത്തിലല്ല അവൻ സൃഷ്ടിക്കുന്നത്. प्रभु हाथ से बनाया हुआ एक घर में या मंदिर में प्रभु सेवा नहीं करता. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, उसका 8 का दूसरा वचन. और पवित्र स्थान और उस सच्चे तंबू का सेवक हुआ जिसे किसी मनुष्य ने नहीं वरन प्रभु ने खड़ा किया है. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആർക്കാണ് ഈ മധ്യസ്ഥൻ? यहाँ पर ये बिचवाई किसके लिए है? ആർക്ക് വേണ്ടിയാണ് ഈ മധ്യസ്ഥൻ പ്രാർത്ഥിക്കുന്നത്? ये बिचवाई किसके लिए बिचवाई करता है? കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഏറ്റവർക്ക് വേണ്ടിയാണ്. ये हाथ से खतना लिया हुआ लोगों के लिए नहीं, हाथ से खतना नहीं लिया हुआ लोगों के लिए. അപ്പോൾ എന്താണ് ഈ പരിച്ഛേദന? इसका मतलब ये खतना क्या है? നമ്മുടെ പഴയ പ്രകൃതി ഉരിഞ്ഞു കളയുക. हमारा पुराना स्वभाव उतार डालना. എന്നാൽ तब ऐसा है तो നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പഴയ സ്വഭാവം വരുന്നു. परंतु हमारे जीवन में कई बार हमारा पुराना स्वभाव आ जाता है. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? इसका मतलब क्या है? उसका अर्थ क्या है? നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടർന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ പരിച്ഛേദന. हमारा जिंदगी भर चलते रहने वाला एक महान कार्य है ये खतना. അത് ദിനംതോറും പഴയ മനുഷ്യൻ പൊങ്ങി വരുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ പരിച്ഛേദന ഏറ്റവനാണെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. हमारे जीवन में हम पुराना मनुष्य कई बार उग कर आएगा, वो उड़ कर आएगा, परंतु हमको ये जानना है प्रभु का वचन कहता है मेरा धर्मी जन विश्वास से जीवित रहेगा. ഇവിടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ നിമിഷവും പഴയ മനുഷ്യൻ പൊങ്ങി വരുമ്പോൾ यहाँ पर प्रभु के उपस्थिति में हर क्षण जब पुराना मनुष्य जब उग कर आता है, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ള സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി വാസ്തവത്തിൽ ദൈവം പ്രശംസിക്കുന്നവനാണ്. मैं प्रभु के साथ सूली पर चढ़ाया हुआ व्यक्ति है करके जो व्यक्ति इस बात का अंगीकार करता है वो व्यक्ति का प्रभु प्रशंसा करता है. റോമലേഖനം 2:28-29. जब रोमियो का पत्री उसका दूसरा अध्याय का 28-29. क्योंकि यहूदी वह नहीं जो प्रगट में यहूदी है और न वह खतना है जो प्रगट में है और देह में है, पर यहूदी वही है जो मन में है और खतना वही है जो हृदय का और आत्मा का है. ഇവിടെ നമ്മൾ വായിക്കുന്നു, यहाँ पर हम पढ़ता है അക്ഷരത്തിലുള്ള പരിച്ഛേദനയല്ല, इस मतलब खतना वो प्रकट की खतना नहीं, പിന്നെ എങ്ങനെയാണ് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. यहाँ पर हृदय की और आत्मा की खतना. അപ്പൊ കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. क्योंकि जो भी प्रभु यीशु मसीह ने हमारे लिए किया वो सारे बात याद दिलाने वाला काम प्रभु की आत्मा का है. അപ്പൊ നമ്മളിൽ ഈ ആത്മപരിച്ഛേദനയുടെ യഥാർത്ഥ അർത്ഥം കൊണ്ടുവരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. क्योंकि इस बिना हाथ की खतना का प्रकाश लाता है पवित्र आत्मा. നമ്മളവിടെ റോമലേഖനം 7-ാം അധ്യായം रोमियो का पत्री उसकी 7वां अध्याय
അതിന്റെ 6-ാം വാക്യത്തിൽ അതുണ്ട്. उसका 6 वचन में ये बात है, നാം ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കൊണ്ട് जब हम मतलब व्यवस्था के लिए प्रभु यीशु मसीह के साथ हम मर गया, എന്ന് പറഞ്ഞാൽ ജഡം, ആ പഴയ മനുഷ്യൻ बोलने का अर्थ हमारा पुराना मनुष्य ആ മരിച്ചതുകൊണ്ട് मर गया, इसलिए അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, अभी उस व्यवस्था से नहीं, പിന്നെ എങ്ങനെയാണ് ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. आत्मा की नयापन में उसकी सेवा करना. അപ്പോൾ നമ്മള് പരിച്ഛേദന ഏറ്റൊരു വ്യക്തി എന്താണ്, അവനിൽ ആത്മാവ് വ്യാപരിക്കും. जब जो व्यक्ति खतना पाया है वो व्यक्ति में आत्मा का व्यवहार होगा. അപ്പം പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവം അവനിൽ ന്യായവിധി നടത്തുന്നതാണ്. खतना क्या है? परमेश्वर उस व्यक्ति में न्याय किया, ദൈവത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വന്നു. परमेश्वर की ताड़ना उस पर आया. ഇനി അവൻ ജീവിക്കുന്നില്ല, अभी वो व्यक्ति नहीं जी रहा है, അവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി നീങ്ങിപ്പോയി. क्योंकि उनके जीवन से प्रभु की न्याय खत्म हो गया. അവൻ അവിടെ മരിച്ചു. वो उस व्यक्ति मर गया. ന്യായപ്രമാണം ആവശ്യപ്പെട്ട പാപത്തിന് ശമ്പളമാകുന്ന മരണം അവിടെ സംഭവിച്ചു. व्यवस्था जो मांगता था, मांग करता था, वो मृत्यु वहां पर हो गया. അങ്ങനെ മരിച്ചവൻ उस प्रकार जो मर गया, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിട്ട് के साथ जिलाए जाने के बाद കൈകൊണ്ടല്ലാത്ത ഒരു പണിക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. वो बिना हाथ की खतना का कार्य के लिए वो एक सेवक बना. എന്തിനാണ്? किसके लिए? അവൻ ദൈവത്തെ സേർവ് ചെയ്യുക, ദൈവത്തെ സേവിക്കുവാൻ. वो परमेश्वर की सेवा करने के लिए. അവിടെ നമ്മള് ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ वो वचन और एक बार हम पढ़ने के समय ഒന്നുകൂടെ വായിക്കാം. ആത്മാവിന്റെ പുതുക്കത്തിൽ. അപ്പോൾ നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും നാം ഏറ്റ പരിച്ഛേദനയെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടുവന്ന് കുറഞ്ഞ പക്ഷം കർത്തൃമേശയിലെങ്കിലും നാം ഇത് ഓർക്കുമ്പോൾ ഈ പരിച്ഛേദനയുടെ ഒരു പുതുക്കം നമുക്ക് അനുഭവപ്പെടുക. जब भी हम प्रभु के मेष में आता है उस समय में कम से कम हमें मिला हुआ बिना हाथ की खतना का एक यादाइश हमें दिलाता है. അപ്പോൾ നാം ചെയ്യുന്ന ശുശ്രൂഷ, ആരാധനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും വചനധ്യാനമാണെങ്കിലും വചനം ഘോഷിക്കുകയാണെങ്കിലും എല്ലാം ആത്മാവിന്റെ ശുശ്രൂഷയാണ്. हम लोग जो भी सेवा करता है, वो वचन का सेवकाई हो, गीत का सेवकाई हो, आराधना का सेवकाई हो, वो सब आत्मा की सेवकाई है. നമ്മൾ 2 കൊരിന്ത്യരിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉളവായ പത്രങ്ങളാണ് നിങ്ങളെ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. दूसरा कोरिन्थी 3 अध्याय का 3 वचन में हम पढ़ता है कि हमारी सेवकाई के द्वारा प्रकट हुआ मसीह के पत्र है तुम लोग. ഇതിന്റെ അവിടെ വായിക്കുകയാണ്, उसके बाद हम पढ़ता है നിങ്ങളിൽ ഒരു എഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. तुम में एक पत्र लिखा गया है. അതിന്റെ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് उसका 3 अध्याय का 3 वचन की आखिरी भाग में परंतु हृदय की मांस रूपी पटरियों पर लिखी है. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ये जीवित परमेश्वर की आत्मा से तुम्हारे पत्र की पटरियों पर नहीं परंतु हृदय की मांस रूपी पटरियों पर लिखी है. എന്നിട്ട് ആ ഉറപ്പ് ആത്മാവിൽ അവർക്കുണ്ട്. ये निर्णय, ये निश्चय उन लोगों को है. അവർ പറയുകയാണ്, ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തുവിൽ ദൈവത്തിനോടുണ്ട്. ये जो पक्का मजबूती विश्वास हमें मसीह में प्रभु के साथ है. എനിക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യം ഇതാണ്. ये मेरा प्रभु के साथ का याब है. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിച്ഛേദനയാ, उसके पुत्र की खतना के द्वारा കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഞാൻ ഏറ്റതുകൊണ്ട് बिना हाथ से लिया हुआ खतना मेरे जीवन में लेने के कारण ഞാൻ ജഡത്തിലല്ല ആത്മാവിലാണ്. आज मैं शरीर में नहीं, मैं आत्मा में हूँ. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരുന്നത് പോലെ അല്ല ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. इसलिए आज जो हमसे जो कार्य हो रहा है ऐसा नहीं हम सेवा करता. പിന്നെ എങ്ങനെയാണ്? फिर कैसा करता? ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ദൈവാത്മാവിന്റെ പ്രാപ്തി തരുന്നതാണ്. अगर हमें कोई भी सामर्थ्य है तो हमारा नहीं, प्रभु के आत्मा के द्वारा मिला हुआ सामर्थ्य है. എന്നിട്ട് അതിന്റെ 6-ാം വാക്യം പറയുകയാണ്, उसका 6वां वचन कहता है അവൻ ഞങ്ങളെ वह हमें പുതിയ നിയമത്തിന്റെ नया नियम का ശുശ്രൂഷകന്മാരാക്കി. सेवक बनाया. ഓരോ വിശ്വാസിയും വാസ്തവ ശുശ്രൂഷകന്മാരാണ്. हर एक विश्वासी सेवक है. നമ്മൾ റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിച്ചു, നമ്മൾ അവനെ ആത്മാവിൽ സേവിക്കുകയാണ്. हम रोमियो का 7 का 6 में पढ़ा कि हम आत्मा में उसकी सेवा करता है. ഇവിടെ നമ്മൾ വായിച്ചത് നാം ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ്. यहाँ पर हम पढ़ा है कि हम आत्मा का सेवक है. അങ്ങനെ കൈകൊണ്ടല്ലാത്ത ശുശ്രൂഷ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ദൈവം പ്രശംസിക്കുന്നു. इसी प्रकार जो आज से नहीं लिया हुआ खतना, ये कार्य को प्रभु सबसे अधिक प्रशंसा करता है. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കെ തന്നെ इस प्रकार रहते हुए എല്ലാ അക്ഷരത്തിൽ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്. അതാണ് അടുത്ത വാക്യം വായിക്കുന്നത്. परंतु वहां पर हम देखते हैं कि उसी 6 हमारा 2 कोरिन्थी 3 अध्याय का 6 वचन में कि वहां पर देखते हैं कि वो बात अक्षर के अनुसार या मानव सेवक शब्द के अनुसार, शब्द के अनुसार करने वाले लोग भी है. അക്ഷരം കൊല്ലുന്നു,
क्योंकि अक्षर मारता शब्द मारता है, ആത്മാവ് ജീവിപ്പിക്കുന്നു. आत्मा जिलाता है. അപ്പോൾ നമ്മൾ ഏത് ശുശ്രൂഷയാണ്? हम कौन से सेवकाई करते हैं? കൈകൊണ്ടല്ലാത്ത ഒരു ശുശ്രൂഷയുടെ വക്താക്കളാണ് हम സഭ. लोग जो हाथ से नहीं ऐसा सेवा करने वाला लोगों का एक झुंड है, मंडली. കാരണം ഈ പണി ദൈവത്തിന്റെ പണിയാണ്. क्योंकि ये सेवा परमेश्वर की कार्य है. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സകല സൃഷ്ടിപ്പിലും ഏറ്റവും കമനീയമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഈ സൃഷ്ടി. परमेश्वर ने जो भी सृष्टि किया उनमें सबसे उत्तम और श्रेष्ठ है मंडली. നമ്മൾ എഫെസ്യ ലേഖനം 2:22 വായിക്കുകയാണ്. जब हम इफिसियों का पत्री दूसरा अध्याय का 22 वचन में पढ़ता है, ഈ ശുശ്രൂഷ അതിന്റെ 2:22 इफिसियों का पत्री उसका दूसरा अध्याय का 22 वचन. हिंदी में पढ़ो. जिसमें तुम भी आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए एक साथ बनाए जाते हो. അപ്പോൾ ഈ പണിയുടെ ലക്ഷ്യം എന്താണ്? अभी इस काम का उद्देश्य क्या है? നമ്മൾ നേരത്തെ വായിച്ചു. हमने पहले पढ़ा, നമ്മൾ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നു, അവനെ സേവിക്കുന്നു, ഒക്കെ ശരിയാണ്. हम लोग प्रभु के आत्मा में सेवा करता है, उसकी आराधना करता है, ये सारे बात सही है. അതെല്ലാം ആത്മാവിലാണ്. ये सब बात आत्मा में होता है. എന്നാൽ ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് നിവാസമാകേണ്ടതിന്. परंतु प्रभु का सबसे बड़ा उद्देश्य क्या है? प्रभु का निवास स्थान बनने के लिए. അപ്പോൾ ഈ ദൈവത്തിന് നിവാസ സ്ഥാനം പണിയപ്പെടാനുള്ള അടിസ്ഥാന കല്ല് ആയ യേശുക്രിസ്തു അവൻ പരിച്ഛേദന ഏറ്റപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലിൽ നിന്നാണ് ഈ പണിയെല്ലാം വരുന്നത്. इसका मतलब इस मंदिर का नींव का पत्थर प्रभु यीशु मसीह की खतना हुआ, उस पत्थर से ये सारा काम होता है. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:18 എന്താണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്. जब मत्ती के सुसमाचार 16 अध्याय का 18 वचन में प्रभु यीशु मसीह ने पत्रोस से क्या कहा? വളരെ വ്യത്യസ്തമായ രീതിയിൽ പല വ്യാഖ്യാനങ്ങളും ഈ വാക്യത്തിനുണ്ട്. यहाँ पर हम देखते हैं कि ये वचन को लेकर के कई लोग कई प्रकार का उसका अर्थ बताता है. അതിലെ 18ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 18 वचन में जब यीशु मसीह ने कहा वो शब्द इसी रीति में पढ़ता है. കർത്താവ് പറയാണ് നീ 18 और मैं भी तुमसे कहता हूँ कि तू पत्रस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा. അതിന്റെ अर्थം എന്താണ്? मतलब इस कहने का अर्थ क्या है कि तू पत्रोस है. പത്രോസേ നീ പെട്രോസ് എന്ന് പറഞ്ഞാൽ പാറ കഷ്ണമാകും. यहाँ पर पत्रोस का कहता है तू पेट्रा है, तुम पत्थर का एक टुकड़ा है. എന്ന് പറഞ്ഞാൽ വലിയൊരു പാറയിലേക്ക് ഒരു ചുറ്റി കൊണ്ട് അടിക്കുമ്പോൾ ഒരു ചീൽ തെളിച്ചാൽ ആ തെറിച്ച് വീഴുന്നതാണ് പത്രോസ്. यहाँ पर जब प्रभु कहता है कि तुम मतलब एक बड़े चट्टान पर हथौड़ा मारने के टाइम पर एक टुकड़ा बाहर जाकर गिरता है, उस प्रकार का एक टुकड़ा है तू. ആ ടുക്കടയിലാണ് മനുഷ്യൻ പണിയുന്നതെങ്കിൽ അത് കൈകൊണ്ടുള്ള പണിയാണ്. परंतु अगर उस टुकड़े में मनुष्य मतलब भवन बना रहा है तो वो हाथ की काम हो गया. എന്നാൽ കർത്താവ് പറഞ്ഞത് ഞാൻ ആ ചീടിൽ പണിയുന്ന അല്ലെങ്കിൽ തെറിച്ച പാറ കഷ്ണത്തിലല്ല പണിയുന്നത്, പാറമേൽ. ആ പാറ എന്താണ്? നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന ആ പ്രകാശനമാണ് പാറ. यहाँ पर विशेष करके ध्यान देना, यहाँ पर प्रभु यीशु मसीह ने पत्रोस के ऊपर बनाएगा करके नहीं बोला. पत्रोस को जो प्रकाश मिला, यीशु मसीह परमेश्वर का पुत्र है, उस प्रकाशन में मैं मंदिर बनाऊंगा करके प्रभु ने कहा. പ്രൈസ് ദി ലോർഡ്. ആ പാറയെ തകർത്ത് उस चट्टान को तोड़कर, ആ പാറമേൽ उस चट्टान में, എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? इसका अर्थ क्या है? ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുന്നു. जैसा एक गेहूं की दाना मिट्टी में गिरते हैं, ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ അനേക ഗോതമ്പ് മണി ആകുന്നു. उस गेहूं की दाना मिट्टी में गिरकर मर जाता है तो उसमें से बहुत से फल आता है. അതാണ് സഭ. वो है मंडली. ആ പാറയെ തകർക്കുന്നു. उस चट्टान को तोड़ते हैं, ആ ഒരു പാറ वो एक चट्टान അനേക പാറയാകുന്നു. अब कई चट्टान बन जाता. അപ്പോൾ ആ ഒരു പാറയുടെ വികസിത രൂപം തന്നെയാണ് സഭ. उस एक ही चट्टान का ही बातें हैं वो मंडली. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മളൊരു മഹാപർവ്വതം കാണുന്നുണ്ട്. हम लोग दानियल की किताब में एक बड़ा एक पहाड़ देखता है. ഒരു ആ പർവ്വതം അല്ലെങ്കിൽ അത് പാറയാകുന്ന ഒരു പർവ്വതമാണ്. वो एक बड़ा चट्टान का पहाड़ है. നമ്മൾ ദാനിയേലിന്റെ പുസ്തകമായ 2-ാം അധ്യായം 34-ും 35-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ दानियल दूसरा अध्याय का 34-35 में हम देखता है. दानियल दूसरा अध्याय का 34-35. फिर देखते देखते तूने क्या देखा कि एक पत्थर ने बिना किसी के खोदे अपने ही आप उखाड़कर उस मूर्ति के पांव पर लगकर जो लोहा और मिट्टी के थे उसको चूर चूर कर डाला. तब लोहा, मिट्टी, पीतल, चांदी और सोना भी सब चूर चूर हो गए और धूप काल में खलियानों के भूसे के समान हवा से ऐसे उड़े गए कि उनका कोई पता न रहा. और वह पत्थर जो मूर्ति पर लगा था वह बड़ा पहाड़ बनकर പ്രൈസ് ദി ലോർഡ്.
ഏതാണ് ഈ പർവ്വതം? यहाँ पर हम देखते हैं कि वो वहां पर एक बड़ा पहाड़ आया। ये कौन सा पहाड़ है? ആ ഒരു കല്ലാണ്. वो एक ही चट्टान, वो एक ही पत्थर है। അതാണ് ഈ പാറയാകുന്ന ക്രിസ്തു ये जो चट्टान जो प्रभु यीशु मसीह അവനെ തന്നെ തകർത്ത് उसको ही तोड़ करके അല്ലെങ്കിൽ അവനെ പരിശോധന ഏൽപ്പിച്ചിട്ട് और उसको कतना लेकर के അവനെ എടുത്ത് നമ്മളിൽ പണിയുന്ന उसमें लेकर के हमारे में बनाता है കൈകൊണ്ടല്ലാത്തൊരു പണി. जो बिना हाथ का काम। പ്രിയമുള്ളവരെ, നമ്മൾ അതിന്റെ ഭാഗമാണെങ്കിൽ എത്രമാത്രം ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. प्रियो, हमें ये बात को जानना है कि हमें भी प्रभु ने उसका एक भाग बनाया है, तो हम उस प्रभु को कितना महिमा देना चाहिए, स्तुति करना चाहिए। അതോ നമ്മൾ ഏതെങ്കിലും മാനുഷിക പണികളാൽ മെമ്പർഷിപ്പ് എടുത്ത് വരിസംഖ്യ കൊടുത്ത് ഉള്ള ഒരു കെട്ടിടത്തിലാണോ നമ്മളായിരിക്കുന്നത്? क्या हम उसके बिना हम लोग कुछ खर्च करके, तकलीफ करके, कुछ उसके लिए मदद करके बनाने वाला एक कामों में हम लोग भागे क्या? അതോ ദൈവം തന്നെ പണിയിൽ എന്നെയും ഉൾപ്പെടുത്തി ഞാൻ ക്രിസ്തുവിൽ പരിശോധനയേറ്റവനാണ്? या प्रभु तैयार करने वाला उन कामों में मैं मसीह में कितना पाया हुआ व्यक्ति है? അത് കൈകൊണ്ടുള്ള പണിയല്ല, वो हाथ से किया हुआ काम नहीं, കൈകൊണ്ടല്ലാത്ത കൂടാരം, ये हाथ से ना बनाया हुआ वो भवन। ഇങ്ങനെ ദൈവം തൻ്റെതായിരിക്കുന്ന പണിയോ സഭയോട് ചേർത്ത് പണിയുന്ന ഈ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം തയ്യാറാക്കുന്ന ആ മന്ദിരവും കൈകൊണ്ടല്ല. അവിടെ നമ്മൾ വേറൊരു മന്ദിരത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. इसका मतलब यहाँ पर हम देखते हैं कि परमेश्वर जो तैयार करता है वो घर हाथ से बनाया हुआ घर नहीं। हम एक और घर के बारे में देखते हैं। നമ്മൾ 2 कोरिन्ത്യർ 5 अध्यायത്തിൽ നമ്മൾ വായിക്കുകയാണ്. दूसरा कुरिन्थी 5 अध्याय में पढ़ता है, അതിന്റെ 1-ാം വാക്യം, उसका पहला वचन। दूसरा कुरिन्थी 5 अध्याय का पहला वचन। क्योंकि हम जानते हैं कि जब हमारा पृथ्वी पर का डेरा सा घर गिराया जाएगा तो हम परमेश्वर की ओर से स्वर्ग पर एक ऐसा भवन मिलेगा जो हाथों से बनाया हुआ घर नहीं परंतु चिरस्थायी है। यहाँ पर हम एक घर का बारे में देखते हैं कि जो हाथों में बना हुआ घर नहीं, ये कौन सा है? ചില ദൈവദാസന്മാർ ഇത് പുതിയ യെരുശലേമാണെന്ന് പറയുന്നു. कुछ प्रभुदास लोग बोलते हैं कि ये नया यरूशलेम के बारे में बोलता है। എന്നാൽ ഇവിടുത്തെ ആ സന്ദർഭം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഭൗമ്യമായ ഈ കൂടാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ഷരീയമായ മാനുഷികമായ കണ്ണുകളാൽ ദൃശ്യമായ ഈ ഭൗമ്യമായ ഈ ടെന്റ് പൊളിഞ്ഞു പോയാൽ यहाँ पर जो बोलता है, इसको हम उस वचन को अगर ठीक से ध्यान करेगा तो ये जो हमारा मृत्यु पर का डेरा, इसका मतलब ये दुनिया में रहने के समय में हमें रहने के लिए मिला हुआ शरीर के बारे में हम देखता है। അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂടാരം ദൈവം കൈപ്പണി അല്ലാതെ പണിയുന്ന മനുഷ്യ ശരീരങ്ങൾ അല്ലെങ്കിൽ സ്വർഗീയ ശരീരം നമുക്കുണ്ട്. तो इसका मतलब क्या है कि प्रभु हमारे लिए जो हाथ से बनाए हुए नहीं, ऐसा एक शरीर हमारे लिए है। അതെങ്ങനെയുള്ള ശരീരമാണ്? वो कैसे शरीर है? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത ആ മനോഹരമായ ആ പണി അല്ലെങ്കിൽ ദൈവത്തിന്റെ പണിയായിരിക്കുന്ന ആ വീട്ടിലേക്ക് നമ്മൾ മാറ്റപ്പെടണമെങ്കിൽ ഇപ്പോൾ സഭയാകുന്ന മന്ദിരത്തിൽ ദൈവം തന്നെ പണിത വ്യക്തിയായിരിക്കണം. यहाँ पर हम विशेष करके एक बात को जानना, परमेश्वर ने अपने प्रेम करने वालों के लिए प्रभु ने जो तैयार किया वो आंखों में नहीं देखा और हृदय में नहीं चढ़ा, किसी दिमाग में आया नहीं। ऐसा महान कार्य है। ऐसे बातों पर अगर हमें प्रवेश करना है तो वो प्रभु के द्वारा तैयार किया हुआ व्यक्ति होना चाहिए। എല്ലാവർക്കും ഒരു സാധാരണ വിശ്വാസികളുണ്ട്, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അവിടെ എനിക്ക് ശരീരം ഒരുക്കിയിട്ടുണ്ട്. साधारण रीति में हर एक विश्वासियों का एक हमारा विश्वास है कि स्वर्ग में मेरे लिए एक घर है, प्रभु मेरे लिए घर तैयार कर रहा है। അത് ദൈവം പണിതാ. वो प्रभु तैयार किया। പക്ഷെ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യൻ പണിത കെട്ടിടത്തില്ല. परंतु यहाँ पर जो जी रहा है वो मनुष्य तैयार किया हुआ घर में है। ഇവിടെ ക്രിസ്തുവിന്റെ സഭയിലായിരിക്കണം. यहाँ पर भी हम मसीह की भवन में होना चाहिए। ഇവിടെ ദൈവം പണിയുന്ന ഒരു ഭൂമിയിൽ, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറയുന്നത് ഇവിടെയാണ്, ഭൂമിയിൽ. यहाँ पर प्रभु यीशु मसीह ने कहा मैं मेरे मंदिर बनाऊंगा, मेरी कलीसिया बनाऊंगा, वो इस पृथ्वी में बनाने वाली बात है। ആ പണി ആ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാൽ ഉളവായി വന്ന ഒരു കൂട്ടം ജനമാണ്. इसका मतलब जो हाथ से नहीं, ऐसा कतना लिया हुआ एक झुंड लोगों के द्वारा तैयार किया हुआ एक मंडली है। നമ്മള് 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം, जब हम पहला पत्रोस 2 अध्याय അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ उसका 4 वचन से जब हम पढ़ेंगे, उसके पास आकर जिसे मनुष्य ने तो निकम्मा ठहराया परंतु परमेश्वर के निकट चुना हुआ और बहुमूल्य जीवित पत्थर है। പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. हम लोग चुने हुए लोग हैं। ആരാ? മനുഷ്യർ തിരഞ്ഞെടുത്തതാണ്. क्या मनुष्य ने चुना?
നമ്മുടെ തിരഞ്ഞെടുപ്പ് എത്രയോ ശ്രേഷ്ഠമാണ്. हमारा चुनौती कितना श्रेष्ठ है, എന്നിട്ട് അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ എന്താണ്? और उसके पास आकर के हम क्या बना? നമ്മൾ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അവിടെ പുരോഹിതന്മാരായി പണിയപ്പെടുന്നു എന്നല്ല. हम आत्मिक घर बन करके बनाया जाता है, हम याजक बन करके बनाया जाता है, ऐसा नहीं. നമ്മളവിടെ പുരോഹിതന്മാരായി പണിയപ്പെടുന്നു എന്നല്ല. हम याजक होकर के बनाया जा रहा है, ऐसा नहीं. ഹിന്ദി में पढ़ो. उसका हिंदी पढ़े, उसका 5 वचन. तुम भी आप जीवित पत्थरों के समान आत्मिक घर बनते जाते हो, जिससे याचकों का पवित्र समाज बनकर ऐसे आत्मिक बलिदान चढ़ाओ जो यीशु मसीह के द्वारा परमेश्वर को ग्राह्य है. അതെവിടെയാണ്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ये कहाँ पर ये तैयार किया जा रहा है? ഇത് ये കൈകൊണ്ട് स्वर्ग में है या पृथ्वी में है? നമ്മൾ കൂടി വരുന്ന അസംബ്ലി, हम लोग जो एकत्रित होने वाला मंडली, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സഭ, हम जब मिलकर के प्रभु की आराधना करने वाला मंडली, നമ്മുടെ സഭയിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കാനായിട്ട് ടേബിൾ മീറ്റിംഗിന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? जब भी हम मेष के लिए जब प्रभु के मंडली में आराधना के लिए जब आता है तो वहां पर क्या होता है? ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടുകയാണ്. वह एक आत्मिक गृह होकर के बनाया जाता है. നമ്മൾ ദൈവത്തിന്റെ കൃഷി, हम प्रभु का खेती है, നമ്മൾ ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം, हम प्रभु का हमारा घर है, നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. हम प्रभु का घर है. എത്രയോ ശ്രേഷ്ഠമാണ്. ये कितना श्रेष्ठ बात है. അപ്പൊ എന്തിനാണ് വീട് പണിയുന്നത്? किस लिए हम घर बनाते हैं? നമ്മളൊരു വീട് പണിയും നമുക്ക് വസിക്കാനാണ്. हम लोग जो घर बनाता है हमें रहने के लिए. അപ്പൊ ദൈവം ഒരു വീട് പണിയുകയാണ്. तो प्रभु एक घर बना रहा है. അപ്പൊ ആരാ പണിയുന്നത്? कौन बनाता है? ചില്ലറ ആളാണോ? ये कोई साधारण व्यक्ति है क्या? ദൈവത്തിന് വസിക്കാൻ ദൈവം തന്റെ മുഴുമഹത്വത്തിലും തന്റെ കരകൗശലത്തോടെ പണിയപ്പോൾ ആ പണി എത്ര ആയിരിക്കും? കാരണം ദൈവത്തിനാ വസിക്കേണ്ടത്. देखो अभी यहाँ पर किसको लेना है? परमेश्वर को. परमेश्वर कौन है? वो अपनी इतना महान परमेश्वर अपनी महान सामर्थ्य के साथ बनाने वाला वो घर कैसे रहेगा? Praise the Lord. Praise the Lord. ദൈവം തന്റെ മഹത്വത്തോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഭവനത്തിൽ. അതുകൊണ്ട് ദൈവം താൻ ശ്രേഷ്ഠമായി തന്റെ ഭവനത്തെ പണിയുകയാണ്. അവന്റെ വീട് പണിയുകയാണ്. प्रभु उस घर में अपनी महिमा के साथ रहना चाहता है तो वो घर कैसे रहेगा? वो उसकी महिमा के अनुसार होगा. वो अपने घर को बनाता है. അത് നമ്മൾ സിമന്റ് കൊണ്ടുവന്ന്, നമ്മൾ കല്ല് കൊണ്ടുവന്ന്, നമ്മൾ വെള്ളം കോരി വേറൊരാൾ പണിയുന്നതല്ല. ഇതെല്ലാ മെറ്റീരിയലും ദൈവത്തിന്റെയാണ്. हम लोग सीमेंट लाया, हमने पत्थर लाया, हमने पानी लाया. इसी प्रकार मनुष्य के हाथों से बनाने वाला बात है ही नहीं. മനുഷ്യന്റെ ഒരു വിയർപ്പതിൽ വീണാൽ ദൈവത്തിനത് അറപ്പാണ്. मनुष्य की पसीना अगर उसमें बहेगा तो परमेश्वर को बहुत नफरत है. നമ്മളത് എഫെസ്യ ലേഖനം 2:22 വായിച്ചു. अभी हमने एफेसियों 2:22 में पढ़ा ना. നിങ്ങളെയും ആത്മാവിൽ, പരിശുദ്ധ ആത്മാവിൽ പണിതു വരുന്നതിരെ ദൈവത്തിന്റെ നിവാസമാകേണ്ടത്. तुम्हें भी पवित्र आत्मा के द्वारा बनाया जा रहा है कि परमेश्वर की निवास स्थान बनने के लिए. നമ്മളവിടെ ഒരു വാക്യം നമുക്ക് എഫെസ്യ ലേഖനത്തിൽ കൂടെ വായിക്കാം. हम एफेसियों के पत्री में और एक बार वचन पढ़ेंगे. ഈ ദൈവ നിവാസത്തെ കുറിച്ച് അവിടെ വായിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു. यहाँ पर हम इस परमेश्वर की रहने के स्थान के बारे में पढ़ता है. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. वो आप परमेश्वर की सारी परिपूर्णता में भरते जाना. അവിടെ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിനകത്തുണ്ടത്. വായിക്കാം. मतलब अभी तीसरा अध्याय का 16 वचन से हमें पढ़ना चाहिए. वहां पर ये बात लिखा है. 16 मुതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 19 तक का वचन पढ़ना चाहिए. कि वह अपनी महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा से अपने भीतरी मनुष्यत्व में सामर्थ पाकर बलवंत होते जाओ और विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जड़ पकड़कर और नींव डालकर सब पवित्र लोगों के साथ भली भांति समझने की शक्ति पाओ कि उसकी चौड़ाई और उसकी लंबाई और उसकी ऊंचाई और उसकी गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ. ദൈവത്തിന് അപ്പം ദൈവം നിറയുന്നത് എവിടെയാണ്? अभी इसके बाद परमेश्वर कहाँ पर एक बात को देखता है. ദൈവത്തിന് അവനെ തന്നെ പകർന്ന് അവന് വസിക്കാനുള്ള മണ്ഡലമാണ് സഭ. അത് കൈപ്പണിയായ സഭയിലല്ല, കൈപ്പണി അല്ലാത്ത ദൈവസഭയിൽ. प्रभु को रहने के लिए मनुष्य के हाथ से बनाया हुआ घर में नहीं, ना हाथ का इस्तेमाल है, ऐसा एक घर में प्रभु रहता है. അപ്പൊ അവിടെ നമ്മൾ വായിക്കുകയാണ്, അവിടെ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. यहाँ पर हम देखते हैं कि परमेश्वर की सारी भरपूरी तक परिपूर्ण होते जाओ. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ അക്ഷരം പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ് തുളുമ്പുന്നൊരു അനുഭവത്തിൽ എത്താത്തത്?
പരിച്ഛേദനയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. आज क्यों प्रभु के लोग एकदम जैसे प्रभु चाहता है ऐसा एक आत्मा का परिपूर्णता की अवस्था में क्यों नहीं पहुंचता? क्योंकि प्रभु ने जो खतना की व्यवस्था दिया वो व्यवस्था आज हमारे जीवन में अनुभव में न आने के कारण उस आत्मा का भरपूरी में तक लोग नहीं पहुंचते. പരിച്ഛേദന എന്ത് ചെയ്യുന്നു? ദൈവത്തിന് യോഗ്യമല്ലാത്തതിനെ നീക്കിക്കളയുന്നു, ഉരുട്ടിക്കളയുന്നു. खतना क्या करता है? जो परमेश्वर की योग्य बात जो हमारे जीवन में नहीं है उसको पूरा बातों को प्रभु मतलब दूर करता है. ഒരു മിസ്രൈമിന്റെ മണവും നിറവും ഗുണവും ഓരോ ദിവസവും നീക്കി കളയുന്നു. आपको मालूम है अभी इससे पहले हमने पढ़ा था कि गिलगाल में क्या हुआ? वो निंदा को वहां से निकाल दिया. एक मिस्रैम की सारे उसका गुणों को उसका स्वभाव को उनकी बातों को दूर करते हैं. ഇന്ന് പുതിയ നിയമത്തിൽ മിസ്രൈമിന്റെ നിഴലായിട്ട് വരുന്നത് ലോകമാണ്. आज मिस्रैम की छाया में आज नया नियम की मंडली के लिए क्या आता है? ये दुनिया. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. इसलिए प्रभु का वचन कहता है कि दुनिया और दुनिया की बातों से प्रेम ना करना. കാരണം ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം ദൈവത്തിന് നിറമില്ല. यदि एक व्यक्ति इस दुनिया से प्रेम करता है तो उसका अंदर प्रभु का प्रेम नहीं है. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുത്തു. എന്തിനാണ്? ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. यहाँ पर हम यूहन्ना का सुसमाचार में हम 15 अध्याय में पढ़ता है कि तुम लोग दुनिया का ना रहने के लिए मैंने तुम्हें दुनिया से चुन लिया. നിങ്ങളുടെ 18 वचन से पढ़िएगा. അതിന്റെ 18-19 യെസ്. यदि संसार तुमसे बैर रखता है तो तुम जानते हो कि उसने तुमसे पहले मुझसे बैर रखा. यदि तुम संसार के होते तो संसार अपनों से प्रेम रखता, परंतु इस कारण कि तुम संसार के नहीं वरन मैंने तुम्हें संसार में से चुन लिया है, इसीलिए संसार तुमसे बैर रखता അപ്പൊ है. നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? यहाँ पर जब हमको प्रभु ने चुना तब हम कहाँ था? ലോകക്കാരായിരുന്നു. हम दुनिया में थे. എന്നാൽ പരിച്ഛേദനയിൽ परंतु खतना के द्वारा ആ ലോകം ഇറങ്ങിപ്പോയി. वो दुनिया हमसे दूर हो गया. എന്നിട്ട് ആ സ്ഥാനത്ത് ആര് വന്നു? उस जगह में कौन आया? ദൈവത്തിന്റെ നിറവ്. प्रभु की परिपूर्णता. എന്നാൽ അത് ഓരോ ദിവസവും ഈ പരിച്ഛേദനയുടെ അനുഭവത്തിലേക്ക് നമ്മൾ അക്ഷരീയമായി തന്നെ വിശ്വാസത്താൽ വരണം. इस घटना का अनुभव हर एक दिन हमें विश्वास के द्वारा हमें पहुंचना चाहिए. ലോകം ഏത് സമയത്തും നമ്മളെ ആക്രമിക്കും. ये दुनिया कभी भी हमारे ऊपर आक्रमण करेंगे. എന്നാൽ ലോകത്തിന് വസിക്കാൻ ഞാൻ ഇടം കൊടുക്കുമോ അതോ ദൈവത്തിന് വസിപ്പാൻ ഇടം കൊടുക്കുമോ? मैं अपने जीवन में दुनिया को रहने का जगह देगा या प्रभु को रहने का जगह देगा? ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാണ്. अभी इस समय में हमारा चुनौती सबसे इम्पोर्टेंट है. നമുക്ക് മോശയ്ക്ക് വേണമെങ്കിൽ ലോകത്തെ സ്നേഹിച്ച് ഈ ലോകത്തിലെ ടെമ്പററി ആയിരിക്കുന്ന പ്ലഷറിൽ ജീവിക്കാമായിരുന്നു. मौसा चाहे तो ये दुनिया की खुशियों को चुन करके दुनिया की उन मतलब आलीशान जीवन बिता सकते थे. ലോകത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും उन्होंने उस दुनिया की उस थोड़ी क्षण भर का उस सुख से बढ़कर ക്രിസ്തുവിന്റെ പരിച്ഛേദന ഏറ്റവും വലുതായി കണ്ടു. मसीह की निंदा या मसीह के लिए उस खतना लेना सबसे अच्छा समझा. അപ്പോൾ അവിടെ മോശയ്ക്ക് എങ്ങനെ അറിയാം? ये बात मौसा कैसे जानता था? മോശയ്ക്ക് എങ്ങനെ അറിയാം? मौसे को कैसे मालूम? കാരണം മോശയിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് क्योंकि जो मौसे में मसीह की आत्मा कार्य किया वो आत्मा ने അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് उसको मरुस्थल में लेकर गया. അവനെ ദൈവത്തിന്റെ സത്യം ദൈവം പഠിപ്പിക്കുകയായിരുന്നു. उसको परमेश्वर की सच्चाई प्रभु ने उनको सिखाया. മോശ ദൈവത്തിന്റെ ആ യഥാർത്ഥത്തിലുള്ള ക്രൂശിലൂടെ കടന്നുപോയി. मौसा मसीह की उस सूली की मार्ग में चला. കാരണം മോശ ആരാണ്? मौसा कौन है? ഒരു കൊലപാതകനാണ്. वो एक हत्यारा है. രണ്ടുപേരും വഴക്ക് കൂടുന്ന കാണുമ്പോൾ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്. दो जन जब माला झगड़ा कर रहे थे उस समय में जल्दी गुस्सा आकर के एक को खत्म करने वाला एक व्यक्ति है. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ 40 വർഷം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ जब मसीह के साथ उन्होंने मरुस्थल में 40 साल जब चला അവനെ കുറിച്ച് വായിക്കുന്ന മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ. और हम मौसे के बारे में क्या पढ़ता है? मौसे के जैसा इतना नंबर व्यक्ति दुनिया में नहीं था. മോശയെ കുറിച്ച് ആരും എന്തെങ്കിലും പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. मौसे के बारे में कोई भी कुछ कहेगा तो परमेश्वर को पसंद नहीं. ഞാൻ മുഖാമുഖമായി സംസാരിക്കുന്ന എന്റെ ദാസൻ. क्योंकि मैं आमने सामने बात करने वाला मेरा दास. എങ്ങനെ ദൈവത്തിന് ഈ മോശയെ കിട്ടി? ये मौसे को प्रभु को कैसे मिला? ഈ പരിച്ഛേദനയുടെ തത്വം തന്നെയാണ്. इस खतना का व्यवस्था के द्वारा അതേ ക്രിസ്തുവിന്റെ നിന്നയെക്കുറിച്ച്, ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന നിന്നയെക്കുറിച്ചുള്ള യഥാർത്ഥ പരിജ്ഞാനം, ക്രിസ്തുവിന് നിന്ന, ക്രിസ്തുവിന്റെ ആ പരിച്ഛേദന ഏറ്റതുകൊണ്ട് ക്രിസ്തുവിന് വന്ന കട്ട, നിന്ന, പരിഹാസം ഇതെല്ലാം ഒരു ധനമായിട്ട് കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. मतलब इस खतना के द्वारा मौसे को मसीह के जीवन में आने वाला सारे निंदा, कष्ट, ये सारे बात मतलब मौसे को आत्मा में प्रकाशित होने के कारण उन्होंने उसको एक धन करके गिना.
അപ്പോൾ ദൈവത്തിന്റെ സത്യനിമിത്തം യേശു ക്രിസ്തു പരിച്ഛേദനയുടെ ശുശ്രൂഷക്കാരനായി. इसलिए परमेश्वर की सच्चाई के कारण प्रभु यीशु मसीह एक खतना का सेवक बना. നമ്മൾ ഒരു പരിച്ഛേദനയുടെ യഥാർത്ഥ ശുശ്രൂഷകരാണെങ്കിൽ अगर हम सचमुच में खतना का सेवक है तो നമ്മളെ ദൈവം പ്രശംസിക്കും. प्रभु हमारे में प्रशंसा करेगा. അക്ഷരീയമായ ആ പരിച്ഛേദനയല്ല, ये अपने हाथ से लेने वाला खतना का विषय नहीं. പിന്നെ എങ്ങനെയാണ്? फिर कैसा? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. आत्मा के द्वारा मिलने वाला वो खतना. അത് കൈകൊണ്ടുള്ള പണിയല്ല. ये हाथ की काम नहीं. അതിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ये शुरू से लेकर के आखिरी तक. നമ്മൾ ഇനി അക്ഷരീയമായിട്ടുള്ള നമ്മൾ നേരത്തെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിന്റെ 1-ാം അധ്യായം വാക്യത്തിലും 10-ാം വാക്യത്തിൽ ലൗകികമായ ജഡീകമായ ആ ദേവാലയം പോലും അതിന് മാതൃക എവിടെ നിന്നായിരുന്നു? മനുഷ്യൻ നിർമ്മിച്ചതല്ല. പർവ്വതത്തിൽ നീ കണ്ട മാതൃക പ്രകാരം വേണം താഴെ പണിയാൻ. जैसा हम लोगों ने इब्रानियों का पत्र 9 अध्याय का पहला वचन में और 10 वचन में हम देखते हैं कि मूसा को जब आज्ञा दिया तब प्रभु ने कहा उस पहाड़ पर तूने देखा हुआ उस आदर्श के अनुसार, उस नमूना के अनुसार तू बनाना. അതിന് പോലും ഒരു മനുഷ്യന്റെ കൈ കടത്തുവാൻ ദൈവം അനുവദിച്ചില്ല എങ്കിൽ उसमें भी प्रभु ने मनुष्य की कोई भी हाथ बढ़ाने के लिए उसकी बुद्धि युक्ति इस्तेमाल करने नहीं दिया. तो അവന്റെ ഏറ്റവും ബൃഹത്തായ പണിയിൽ മനുഷ്യകരം ചെലുത്തുന്നത് എത്രയോ ദയനീയമായ ഒരു അവസ്ഥയാണ്. ऐसा है तो ओरिजिनल बात मंडली है. मंडली की बातों पर मनुष्य अपना बुद्धि युक्ति सामर्थ्य इस्तेमाल करेगा तो प्रभु कभी नहीं सकेगा. भी നമ്മൾ സങ്കീർത്തനം 132 വായിക്കുകയാണ്. जब 132 भजन संगीत में पढ़ता है, ഈ അവിടെ ദൈവം പറയുകയാണ്, ഞാൻ സിയോനെ എന്റെ നിവാസമാക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. मैं सियोन को मेरा निवास स्थान बनाने के लिए चाहा, मैंने इच्छा किया. ദൈവം മനുഷ്യൻ ഇച്ഛിച്ചതല്ല. ये मनुष्य की इच्छा की बात नहीं. നോക്കുക, ദൈവത്തിന്റെ എത്ര ആഗ്രഹമാണ് മനുഷ്യ ഹൃദയത്തിൽ വസിക്കാൻ. आप देखिए मनुष्य के भीतर रहने के लिए प्रभु का कितना बड़ा गहरा चाहत है. देखिए അവിടെ ആ വാക്യം വായിച്ചാട്ടെ. 132 आप पढ़िए 13. उसका 13 वचन. क्योंकि यहोवा ने सिय्योन को अपनाया है और उसे अपने निवास के लिए चाहा है. പ്രൈസ് ദി ലോർഡ്. क्योंकि यहाँ पर हम देखा अपने सबको मिल गया ना. यहाँ पर देखता है कि क्योंकि यहोवा ने सिय्योन को अपनाया है, उसे अपने निवास के लिए चाहा. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നീ എന്റെ ഹൃദയത്തിൽ വസിക്കണേ നമ്മൾ പറഞ്ഞിട്ട് ദൈവം വസിച്ചാണ്. हम लोग प्रभु तू मेरे दिल में आओ बोलने से प्रभु आया क्या? അല്ല, नहीं. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിനെ നോക്കുമ്പോൾ വസിക്കാൻ കൊള്ളാത്ത അരൂപിയ അത്ര വികൃതമായിരുന്നു. हम लोगों को प्रभु देखता है तो हम किसी प्रकार भी प्रभु का निवासन होने के लिए योग्य नहीं था. हम लोग इतना विरुद्ध थे. ആയതുകൊണ്ട് ദൈവം തന്റെ സ്നേഹത്തിൽ അവന് വസിക്കാൻ തക്കതായ ഒരു പാത്രമാക്കി തീർക്കുന്നത് എത്ര അത്ഭുതകരമായിരിക്കും, എത്ര കമനീയമായിരിക്കും, എത്ര മഹത്വമായിരിക്കും. प्रभु हमें उसका निवासन बनाना बोलेगा तो ये कितना मनोहर बात है, कितना श्रेष्ठ बात है, कितना अद्भुत बात है. എന്നിട്ട് ദൈവം പറയുകയാണ്, फिर प्रभु कहता है സ്വർഗമാണ് എന്റെ സിംഹാസനം, स्वर्ग मेरा सिंहासन, എനിക്ക് അവിടെ വിശ്രമിക്കാം. वहां पर मैं विश्राम कर सकता हूं. പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല. परंतु मैं नहीं चाहता. അവിടെ അതിന്റെ 14-ാം വാക്യം, उसका 14 वचन, ഈ സിയോൻ എന്തായിരിക്കും? ये सिय्योन क्या होंगे? അത് എന്നേക്കും എന്റെ വിശ്രമം. वो हमेशा का मेरा विश्राम स्थान. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലാണ് ദൈവം വിശ്രമിക്കുന്നത് പറയുന്നത്. എന്തൊരു അനുഗ്രഹമാണ് അത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ ആ പരിച്ഛേദന ഏൽക്കാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. प्रियो, हम लोग आप वचन आप उसको ध्यान से पढ़िएगा. ये तो युग युग के लिए मेरा विश्राम स्थान है. ये बात को सुनने के टाइम पर आपका आत्मा में उड़ी मारने का अनुभव आ रहा है कि नहीं? इससे बड़ा खुशी की बात क्या है? എന്നിട്ട് പിന്നെയും ആ വചനം ആവർത്തിക്കുകയാണ്. और वापस वो वचन वापस दोहराता है, ഞാൻ ഇച്ഛിച്ചു പോയി വസിക്കാൻ. मैं वो चाह रहने के लिए. പിന്നെ പറയാണ്, ഞാൻ ഇച്ഛിച്ചു പോയി. मैं चाह അങ്ങനെ ഞാൻ വസിച്ച ऐसा मैं रहने के कारण അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. मैं उनकी भोजन वस्तुओं को आशीष दूंगा, आदि आशीष दूंगा. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? आज हमें प्रभु का वचन क्यों नहीं मिलता? കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, प्रभु कहता है नाश होने वाला भोजन के लिए नहीं, നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ആഹാരം അത് മനുഷ്യപുത്രനായ ഞാൻ തരും. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? अनंत जीवन के लिए ठहरने वाला उस भोजन के लिए परिश्रम करना वो मनुष्य का पुत्र तुझे देगा. നമുക്ക് ലോകത്തിന്റെ കാര്യങ്ങളാണ് ടേസ്റ്റ് എങ്കിൽ ഇവിടെ പരിച്ഛേദന നടന്നിട്ടില്ല. यदि अभी भी हमें दुनिया की बात अच्छा लगता है तो अभी तक जीरो में खतना हुआ है. പരിച്ഛേദന കഴിഞ്ഞൊരു വ്യക്തിക്ക് ദൈവത്തിന്റെ വചനം തേനിലും പാനിലേക്കാളും. നിന്റെ വചനത്തിനു വേണ്ടി രാത്രിയിൽ ഞാൻ നോക്കി കാത്തിരിക്കുന്നു. നിന്റെ വചനം ഓർക്കുമ്പോൾ ഞാൻ രോമാഞ്ചം കൊള്ളുന്നു. खतना हुआ व्यक्ति के लिए परमेश्वर का वचन मधु से भी मीठा, उसके लिए वो हमेशा इंतजार में रहता है, वो उसकी चाहत में हमेशा रहता है.
ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നിന്റെ വചനത്തിലെ പ്രബോധനം കേൾക്കാനാണ്. क्योंकि मेरा जिंदगी का एक ही लक्ष्य है, आपके वचन के द्वारा आने वाला चेतावनियों को मैं ग्रहण करूं. ഞാൻ വെറുതെ അല്ല, എൻ്റെ ഹൃദയത്തിന്റെ നടുഭാഗത്ത് തന്നെ നിന്റെ വചനത്തെ സ്വീകരിച്ച് അനുസരിക്കാൻ ഞാൻ എപ്പോഴും ഞാൻ നിന്നെ നോക്കി പാർത്തിരിക്കുന്നു. मैं मेरा हृदय के भीतर में एकदम एकदम अंदर मैं उस वचन को स्वीकार करके उसमें मगन रहने के लिए मैं चाहता हूँ. ഇതാ മാൻ നീർത്തോടിനു വേണ്ടി കാക്ഷിക്കുന്നത് പോലെ जैसे हरिणी पानी के लिए कांपता है, ദൈവമേ നിന്നോട് നീ എന്നിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. तो प्रभु मैं तेरे उपस्थिति में रहकर तुझको प्राप्त करने के लिए मैं चाहता हूँ. അവിടെ നോക്ക്, അവിടെ പുരോഹിതന്മാരുണ്ട്. वहां पर याजक लोग हैं. അവിടെ 16 വാക്യം, उसका 16 वचन, उसका 132 का 16 भजन संहिता 132 का 16. इसके याजकों को मैं उद्धार का वस्त्र पहनाऊंगा और इसके भक्त लोग ऊंचे स्वर से जय जयकार करेंगे. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു ഭക്തന്റെ അനുഭവം, ദൈവം അവനിൽ വസിക്കാൻ ഇച്ഛിച്ചു. एक भक्त का अनुभव कितना श्रेष्ठ है. परमेश्वर उस व्यक्ति में रहना चाहा. ആ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ആ ആ ആ പരിച്ഛേദനയാൽ ഉളവായി വന്ന उस परमेश्वर रहने के लिए तैयार किया हुआ, परमेश्वर रहने के लिए तैयार किया हुआ उस भवन, അവസാനം നോക്കുമ്പോൾ ഒരു സൈന്യം, ഒരു ആർമി. നമ്മൾ സോങ് ഓഫ് സോങ് 6:10 വായിക്കുകയാണ്. സൂര്യനെ പോലെ ശോഭയും ചന്ദ്രനെ പോലെ നിർമ്മലതയും സൈന്യങ്ങളോട് കൂടിയ കൊടിയോട് കൂടിയ സൈന്യമുള്ള ഒരു ആർമി. ഇവൾ ആര്? श्रेष्ठ गीत 6 अध्याय का 10 वचन में हम पढ़ता है कि प्रभु जो तैयार करने वाला वो मंडली का खूबसूरत बहुत अच्छा वर्णन किया है कि वो ऐसा एक बहुत बड़ा एक सैनिक के समान इतने उसको पढ़िएगा. ये कौन है जिसकी शोभा Yes. भोर के तुल्य है, Yeah. जो सुंदरता में चंद्रमा सुंदरता में चंद्रमा, Praise the और Lord. निर्मलता में सूर्य निर्मलता में सूर्य, और पाता का फहराती हुई सेना के तुल्य सेना को तुल्य. भयंकर दिखाई पड़ती है. देखा कितना महान रीति में बहुत रीति में दिखाई देता. ദൈവത്തിൻ്റെ ഈ അത്യുന്നത പണിക്ക് നമുക്ക് പങ്കാളികളായി തീരുവാൻ, അതിൻ്റെ ആ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മളെയും ചേർത്ത് പിടിച്ച ദൈവകരം എത്ര നന്ദിയോടെ നമ്മൾ സ്വീകരിച്ച് നന്ദി പറയണം. परमेश्वर का उस कार्यों में भाग लेने के लिए प्रभु ने हमको भी अगर चुन लिया है तो हमें उस प्रभु को थामते हुए हम प्रभु को कितना धन्यवाद देना चाहिए. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें बहुत आशीष दे. प्रभु को बहुत धन्यवाद देता हूँ. प्रभु ने आज का दिन दुगुना आशीष दिया. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. प्रभु नासिक मंडली से बहुत प्यार करता है. പ്രൈസ് ദി ലോർഡ്. मैं आशा करता हूँ आप सब लोग बार बार इन वचनों को सुन करके ध्यान करना. एकदम एक ही बार में सुनेगा तो, क्योंकि बहुत गहरी बात प्रभु ने हमें बताया. मैं आशा करता हूँ आप लोगों ने प्रार्थना किया होगा, इसलिए प्रभु ने Praise the Lord. आप Yes. लोगों के लिए ये तोहफा भेजा. प्रभु का आगमन बहुत निकट है, इसलिए जो बिना हाथ का खतना हुआ है कि नहीं बोले का मालूम, जिन जिन बातों में से हमें दुनिया की बातों से दूर करके प्रभु का योग्य स्वर्गीय बातों पर पूरा मन लगने वाला एक पवित्र विजयी जीवन बिताने के लिए प्रभु ने संदेश दिया. इसलिए मैं आशा करता हूँ आप सब लोग इसमें प्रभावित हुआ है. आप जरूर मतलब भूलना नहीं. अब ये शायद रात को शायद आपके पास ये संदेश नहीं आएगा, शायद कल आएगा, शायद सवेरे उठते उठते आप देखेगा तो आपको और एक नया संदेश है ना आप उड़ी मारेगा. मैं आशा करता हूँ प्रभु आपको बहुत आशीष दे. प्रभु का अनुग्रह आपके साथ.